എല്ലാവർക്കും നമസ്കാരം. ജാവ ട്യൂട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ പ്രൊസീജിയർ ഓർ മോഡുലാർ പ്രോഗ്രാമിങ്ങിനെയും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജാവ ശരിക്കും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ജാവയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അതിന് മുന്നേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ നമുക്ക് പ്രൊസീജിയർ ഓർ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ് എന്നറിയണം. എന്നിട്ട് അതും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസിലേക്ക് പോയാലേ ശരിക്കും കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാകത്തുള്ളൂ. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ മൂവ് ടു പ്രൊസീജിയർ ഓർ മോഡുലാർ പ്രോഗ്രാമിംഗ്. ഈ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ ഇതൊരു പ്രോഗ്രാമിംഗ് സ്റ്റൈലുകളാണ്. ഈ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാലും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മീൻസ് ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈലുകളാണ്. അപ്പോൾ ഇതിൽ ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഇറ്റ് എംഫസൈസ് ഓൺ ഡൂയിങ് തിങ്സ് നോട്ട് ഓൺ ഡേറ്റ. നമ്മളൊരു പ്രോഗ്രാം എഴുതാൻ പോകുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്ത് പ്രൊസീജിയർ ഉപയോഗിച്ചാണ് ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, നോട്ട് ഓൺ ദ ഡേറ്റ. ഡേറ്റയ്ക്ക് പ്രാധാന്യമില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല, എന്നാലും അതിനൊരു പ്രിഫറൻസ് കുറവാണ്. ഇത് പ്രിഫറൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്, അതിന് ഏത് രീതിയിലാണ് ചെയ്യുന്നത് അതിനായിരിക്കും പ്രാധാന്യം, അല്ലാതെ ഡേറ്റയ്ക്കായിരിക്കില്ല പ്രാധാന്യം. അത് രണ്ടാമത്തൊരു പോയിൻ്റായിട്ട് കണക്ട് ചെയ്ത് ഒരു റിയൽ എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. ഇറ്റ് ഡസ് നോട്ട് മോഡൽ റിയൽ വേൾഡ് വെരി വെൽ. ഇത് നമ്മളെപ്പോഴും കണക്ട് ചെയ്യുന്നത് പ്രോഗ്രാംസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ റിയൽ വേൾഡിൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെയും പ്രോബ്ലംസിനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മൾ പ്രോഗ്രാമിലേക്കും ചെയ്തു വെക്കാൻ പോകുന്നത്. ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡുകളൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നത്. മാനുവലി ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ ദേ ആർ ട്രൈങ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു കംപ്ലീറ്റ്ലി പ്രോഗ്രാമിംഗ് സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. അവിടെ നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ടെല്ലാം ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അതിന് വേണ്ടുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതി കൊടുക്കാൻ ശ്രമിക്കുന്നു ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൺവേർഷൻ നടക്കുമ്പോഴത്തേക്കിനും റിയൽ വേൾഡിൽ നമ്മൾക്കുള്ള ഒരു ഓബ്ജക്റ്റും പ്രോഗ്രാമിൽ നിൽക്കുന്ന ഒരു ഓബ്ജക്റ്റും തമ്മിൽ വളരെ വളരെ രീതിയിൽ എന്താ പറയുക ഒരു മാർജിനൽ വ്യത്യാസം പോലും ഇല്ലാതെ ഈ റിയൽ വേൾഡിൽ കാണുന്ന ഒബ്ജക്റ്റിനെ അതേപോലെ നമുക്ക് പ്രോഗ്രാമിലേക്ക് പകർത്തിയെടുക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രോബ്ലത്തിന് ശരിക്കുമുള്ളൊരു സൊല്യൂഷനിലോട്ട് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. സോ അത് ആക്ച്വലി ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നമ്മൾക്ക് ഈ ഒബ്ജക്റ്റ് എന്നുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ ഡേറ്റ എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്കിപ്പോൾ ഒരു കാർ എന്നൊരാളെ സങ്കല്പിക്കുക. അപ്പോൾ ഈ കാറിൻ്റെ ഇതൊരു റിയൽ വേൾഡ് ഒബ്ജക്റ്റാണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബിഹേവിയേഴ്സ് എന്ന് പറയാം. അതിന് കുറേ പ്രോപ്പർട്ടീസും ഉണ്ട്. കാറിന് ഓഫ് കോഴ്സ് ഇതൊരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തൊരു കാറാണ്. അപ്പോൾ ഒരു കമ്പനി ഒരു പേര് കാണും, അതിന് മാരുതിന്നോ ഫെറാറിന്നോ BMW എന്നോ വോട്ട് എവർ ഇറ്റ് ഈസ് അതിനൊരു പേരുണ്ടാവും, അതിനൊരു പ്രൈസ് ഉണ്ടാകും, അതിന് സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് പറയാം, കളറ് പറയാം, അല്ലെ അതിന് ടയറിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതൊക്കെ നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അതിന് ഉള്ള സ്പെഷ്യാലിറ്റീസാണ്. ആൻഡ് അത് കൂടാതെ ഈ കാർ എന്ന് പറയുന്ന ഓബ്ജക്റ്റിന് അതിനല്ലാണ്ട് അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കാൻ സാധിക്കും, അതിന് ഓടാൻ സാധിക്കും, അത് ടേൺ ചെയ്യാൻ സാധിക്കും, അതിന് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്കതിൻ്റെ ബിഹേവിയർ എന്ന് പറയാം. അപ്പം ഇത് നമ്മളെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ അവിടെ ശരിക്കും ആ കാറിൻ്റെ ആ ഒരു ബിഹേവിയർ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതല്ലാതെ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റോ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസിനോ അവിടെ ഒരു പ്രാധാന്യവും കൊടുക്കത്തില്ല. ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അത് കാണാനായിട്ട് റെഡ് കളറിൽ നിൽക്കുന്ന കാറാണ്, എൻ്റെ ടയർ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, എൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഇതാണ്, അതിലൊന്നും അവിടെ ഒരു പ്രാധാന്യമില്ല. ദേ ആർ ട്രൈങ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ഓൺലി ഓൺ ദ ബിഹേവിയർ ഓഫ് ദ കാർ. അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അത് സ്റ്റോപ്പിംഗ് മോഡിലാണോ, അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണോ, അതോ ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള അതിൻ്റെ ഒരു ബിഹേവിയറിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതെങ്ങനെയാണൊരു കാര്യം ചെയ്യുന്നത്. ബിഹേവ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും കാർ എന്നുള്ള ഒബ്ജക്റ്റിനായി ഉള്ള പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ അത് കാർ ഇങ്ങനെ റണ്ണിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർ എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ ഒബ്ജക്റ്റിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുക. കാർ നമ്മൾ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാർട്സ് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദെയർ ആ ഒരു സമയത്ത്.
സ്റ്റിയറിംഗ് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, ഗിയർ ഉണ്ട്, അതൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് വരിക. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ ഡേറ്റയ്ക്കല്ല, കാറിനല്ല പ്രാധാന്യം, എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ പാർട്സിനാണ്, ശരിക്കും ആ വാക്കാണ്, പാർട്സിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് തന്നെയാണ് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ ഡേറ്റയ്ക്കല്ല പ്രാധാന്യം, ഇറ്റ് ഗീവ്സ് മോർ എംഫസൈസ് ഓൺ ഡൂയിങ് തിങ്സ്. എങ്ങനെ നമ്മളത് ചെയ്യുന്നു, എങ്ങനെയാണത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലമായിട്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ഒബ്ജക്റ്റിന് അവിടെ യാതൊരു പ്രാധാന്യവും, അല്ല ആ ഡേറ്റയ്ക്ക് അവിടെ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് മോഡൽ റിയൽ വേൾഡ് വെരി വെൽ. അത് നമ്മൾക്ക് നോർമലി ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു പ്രോബ്ലവുമായിട്ട് ഇതിന് കണക്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ശരിക്കും വേറൊരു കാര്യം കൂടി കണക്ട് ചെയ്ത് പറയാം. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിലേക്ക് വരാതെ കുറച്ചൊരു പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സൈഡ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, ഇവിടെ നമ്മൾ ഫങ്ഷൻസൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കിനും ഒരു ഡേറ്റ ടൈപ്പിൽ ചേഞ്ചസ് ഒക്കെ വരുത്തുവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് നമ്മൾ കംപ്ലീറ്റ്ലി എന്താ പറയുക, എവിടെയൊക്കെ അതിന് യൂസ് ചെയ്തിട്ടുണ്ടോ ആ പെർട്ടിക്കുലർ ഡേറ്റയെ, അവിടെയൊക്കെ തന്നെയാണ് കംപ്ലീറ്റ്ലി പോയിട്ട് ആ ചേഞ്ചസ് നമ്മൾ രണ്ടാമത് അത് റീചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ വരുമ്പോൾ അതിനൊക്കെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ഒറ്റയൊരു ചേഞ്ചസ് വരുത്തിയാൽ, ഒരു ക്ലാസ് ഒബ്ജക്റ്റ് കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞു തരാം. ഒറ്റയൊരു ചേഞ്ച്, ക്ലാസ്സിലൊരു ചേഞ്ചസ് വരുത്തിയാൽ അത് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റുകൾക്കും ബാധകമാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്നൊരു ഓർമ്മയിൽ കൊണ്ടുവരിക. പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ നമുക്ക് റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെ, റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെ അതേപടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് പകർത്താൻ സാധിച്ചിരുന്നില്ല. ദെൻ എന്താണ് ഈ മോഡുലാർ എന്നൊരു പേരും കൂടി ഇവിടെ പറയുന്നുണ്ട്, പ്രൊസീജിയർ ഓർ മോഡുലാർ. ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ്. മോഡുലാർ പ്രോഗ്രാമിംഗിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയൊരു പ്രോഗ്രാം കിട്ടുവാണെങ്കിൽ വി ആർ ട്രൈങ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഐഡൻറ്റിഫയൽ പീസ് ഓഫ് കോഡ്. ആ ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ പല പല സെക്ഷൻസ് ആയിട്ട്, പല പല സ്മോളർ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിന് വേണ്ടി കോഡ് എഴുതി എല്ലാ മൊഡ്യൂളുകൾ തമ്മിൽ കണക്ട് ചെയ്ത് പോവുകയാണ്. മെസ്സേജ് പാസിങ്ങിലൂടെ അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്ത് കമ്മ്യൂണിക്കേഷനുള്ളൊരു അവസരമൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ളതിനാണ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുക. അതായത് ഒരു ബിഗ് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു സ്മോളർ പീസ് ഓഫ് കോഡ്സ്. അതിനെ ഓരോ പീസ് ഓഫ് കോഡിനെയും മൊഡ്യൂൾ എന്നൊരു പേരിട്ടാണ് വിളിക്കുക. വാട്ട്സ് ഇറ്റ്? മൊഡ്യൂൾ എന്നൊരു പേരിലാണ് വിളിക്കുക. അപ്പോൾ ആ മൊഡ്യൂളുകൾക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതെങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഒരു കോളേജാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ്, ജസ്റ്റ് കൺസിഡർ ഇറ്റ്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സപ്പോസ് ഇപ്പോൾ MBAക്ക് വേണ്ടിയിട്ട് MBA കോഴ്സ് ഞാൻ ചെയ്യാൻ പോകുന്നു, MCAക്കാർക്ക് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, MSc കോഴ്സ് ചെയ്യുന്നുണ്ട്. ഓരോന്നും ഓരോ പെർട്ടിക്കുലർ ഏരിയയിലാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. സോ എല്ലാത്തിനെയും കൂടി വേണമെങ്കിൽ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾക്ക് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പം എപ്പോഴും എങ്ങനെയാണ്, MBA ജസ്റ്റ് അതിനെ സെപ്പറേറ്റ് ചെയ്തൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക. അതിനെ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് കൊണ്ട് പോകാൻ MBAയുടെ ഒരു HOD ഉണ്ടാവും, ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും. അയാളുടെ ഡ്യൂട്ടിയാണ് അത് നോക്കുക എന്നുള്ളത്. അതുപോലെ MCAക്കും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതുപോലെ മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന രീതിക്കാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് പറയുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ഓർ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ? അതിനകത്ത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇറ്റ് ക്ലിയർലി ഗീവ് എംഫസൈസ് ഓൺ ഡൂയിങ് തിങ്സ്, നോട്ട് ഓൺ ഡേറ്റ. ഡേറ്റയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതിനായിരുന്നു പ്രാധാന്യം. അതിനായിട്ട് ഉപയോഗിച്ച ഡേറ്റ, അതിന് പ്രാധാന്യമുണ്ടായിരുന്നില്ല. ഞാൻ ഈ കാറിൻ്റെ കൺസെപ്റ്റ് ഈ ഒരു എക്സാമ്പിൾ കണക്ട് ചെയ്തപ്പോൾ വിചാരിച്ചു എന്ന് കരുതുന്നു. ശരിക്കും കാറാണ് ഓടുന്നത്. കാറിൻ്റെ പാർട്സ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ ആ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാർട്സ് എന്തൊക്കെയാണോ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലാതെ ആ കാർ എന്നുള്ള ഓബ്ജക്റ്റിനല്ല. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോഴോ കാറാണ് മൂവ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല. അതാണ് നമുക്ക് ശരിക്കും പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് നമ്മൾ വന്നാൽ തിരിച്ചാണ്. ഇറ്റ് ഗീവ്സ് മോർ പ്രിഫറൻസ് ഓൺ ഡേറ്റ. മോർ പ്രിഫറൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, പ്രൊസീജിയേഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഗീവ്സ് മോർ പ്രിഫറൻസ് ഓഫ് ഡേറ്റ. അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഡേറ്റ അതിനവിടെ പ്രാധാന്യമുണ്ട്.
ഇപ്പോൾ ശരിക്കും ഇതും നമുക്കൊന്ന് റിയൽ വേൾഡുമായിട്ടൊന്ന് കണക്ട് ചെയ്തൊക്കെ ചിന്തിക്കാം. ഇപ്പം നമ്മൾ ട്രാഫിക് സിഗ്നലിൽ കിടക്കുകയാണ്, കാർ തന്നെ എടുത്തോളൂ, അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ വേറെ വണ്ടികളൊക്കെ എടുക്കുകയാണ്. നമ്മൾക്ക് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്നുള്ള ഈ ഒരു സംഭവത്തിൻ്റെയും പ്രൊസീജിയർ ഓറിയൻറ്റഡ് രീതിയുടെയും ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് രീതിയും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് വേണമെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എടുക്കാം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എങ്ങോട്ട് മൂവ് ചെയ്യാം, ഏത് ഡയറക്ഷനിലോട്ട് വണ്ടി പോകാൻ തുടങ്ങുന്നു, ഏത് ഡയറക്ഷനിലോട്ട് വണ്ടി തിരിയുന്നു, ടേൺ ചെയ്യുന്നു, അങ്ങനെയുള്ള ആക്ഷൻസിനാണ് ദേ ഗീവ് മോർ പ്രിഫറൻസ്. അല്ലാതെ നമ്മുടെ ചുറ്റിനും കിടക്കുന്ന ഓബ്ജക്റ്റുകളായിട്ടുള്ള വണ്ടികൾക്ക്, അതായത് ഇപ്പോൾ കാറ് മാത്രമായിരിക്കില്ല, ബൈക്ക് ഉണ്ടാവും, സ്കൂട്ടർ ഉണ്ടാവും, ട്രക്ക് ഉണ്ടാവും, ലോറി ഉണ്ടാവും, ഓട്ടോറിക്ഷ ഉണ്ടാവും, അതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. ഇതൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യാൻ പോകുന്നു, നമ്മുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡിൽ നിന്ന് അതെങ്ങനെ തിരിയുന്നു, എങ്ങോട്ട് ടേൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ്. ഓക്കെ, ഡേറ്റ അല്ല അവിടെ പ്രാധാന്യം, ഓബ്ജക്റ്റ് അല്ല പ്രാധാന്യം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അത് ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത് എന്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വണ്ടി അതിൻ്റെ ബിഹേവിയറിനല്ല, ആ ഒബ്ജക്റ്റിലാണ് ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ്. അതായത് ആക്ച്വലി നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് എന്താണ്, അതിൻ്റെ സൈസ് എന്താണ്, ചെറിയ വണ്ടിയാണോ, അതെങ്ങോട്ടാണ് ടേൺ ചെയ്യാൻ പോകുന്നത്, ആ റിയൽ വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണാൻ പോകുന്നത്, അതേപോലെ നമുക്ക് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലും പകർത്താൻ സാധിക്കുന്നു. ആക്ച്വലി ദിസ് ഈസ് ദ ഡിഫറൻസ്. ഈ ഒരു കമ്പാരിസണിലൂടെ ശരിക്കും നമുക്ക് ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്നും എന്താണ് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നും. ഇപ്പോൾ ഓബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ നമുക്ക് റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ അതേപോലെ തന്നെ പകർത്തി അതിനൊരു സൊല്യൂഷൻ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇമ്പോർട്ടൻസ് ബിഹേവിയറിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇറ്റ് ഗീവ്സ് മോർ പ്രിഫറൻസ് ഓൺ ഡേറ്റ, അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ പ്രോപ്പർട്ടികൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു, ബിഹേവിയറിന് പ്രാധാന്യമുണ്ട്, പക്ഷേ പ്രാധാന്യം കൂടുതൽ ഡേറ്റയ്ക്കാണ്. സോ ക്വാളിറ്റി ഓഫ് ഡേറ്റ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ കുറേ കൂടി എൻഷുർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡേറ്റയുടെ സെക്യൂരിറ്റി കൂടുതലാണ്. അത് ലേറ്റർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സെക്യൂരിറ്റിയെ പറ്റി സംസാരിക്കാം. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പിന്നീട് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്ന രണ്ട് കൺസെപ്റ്റുകളാണ് ക്ലാസ് ആൻഡ് ഓബ്ജക്റ്റ്. ഈ രണ്ട് കൺസെപ്റ്റുകൾ നമുക്ക് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇല്ലായിരുന്നു. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഇല്ലാതെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് വന്ന രണ്ട് പുതിയ കൺസെപ്റ്റുകളാണ് ക്ലാസ് ആൻഡ് ഓബ്ജക്റ്റ്. ഈ കൺസെപ്റ്റ് അറിയണം, അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും എന്താണ് കാര്യങ്ങൾ. ഈ ജാവയിൽ വന്ന എല്ലാം ക്ലാസും ഒബ്ജക്റ്റും വെച്ചിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പം അതെന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ അതിനെയും സംസാരിക്കാം. കാർ എന്ന് പറയുന്നൊരു വാക്ക്, ഞാനതൊരു ഓബ്ജക്റ്റ് മനസ്സിൽ ചിന്തിക്കേണ്ട. കാർ എന്ന് പറയുന്നൊരു കാര്യം കേൾക്കുമ്പോഴത്തേക്കിനും എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരിക? റിയൽ വേൾഡിൽ നമ്മൾ കണ്ടൊരു കാറ്, അപ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും? കാർ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഏതെങ്കിലും ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു കാറാണ്, ഒരു കമ്പനി നെയിം അതിനുണ്ടാവും അല്ലേ. എന്താ BMW എന്നോ ഓഡി എന്നോ മാരുതി എന്നോ വാഗണാറെന്നോ വോട്ടെവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഒരു കമ്പനി നെയിം അവിടെ ഉണ്ടാകും. അതിനൊരു കളർ ഉണ്ടാവും, തീർച്ചയായിട്ടും അതിനൊരു കളറുണ്ട്. അതിന് ഒരു പ്രൈസ് ഉണ്ടാവും, ഒരു സീറ്റിംഗ് കപ്പാസിറ്റി പറയാം നമുക്ക്. പിന്നെയോ അതിന് പിന്നെ പറയാൻ പറ്റുന്ന എന്താണ് സിറ്റിംഗ്, പിന്നെ ഒരു ഫ്യൂവൽ, ഏതെങ്കിലും ഒരു ഫ്യൂവലിലായിരിക്കും അത് ഓടുന്നത്. ഇതൊക്കെയാണ് കാർ എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, ഒരു ലോജിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളൊരു കാറിനെ റിയലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു, ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഓപ്പൺ ആക്കാൻ പോകുന്നു എന്ന് വിചാരിക്കും. സോ ഈ ഒരു കാര്യങ്ങൾ, ഈ പ്രോപ്പർട്ടീസ് എല്ലാം എനിക്കതിൽ ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അത് കമ്പൈൻ ചെയ്തെടുത്തേ പറ്റുള്ളൂ. ബിക്കോസ് ഇതാണ് കാർ എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റ്, നമ്മുടെ മുന്നിലൊരു റിയൽ വേൾഡ് ഒരു എൻറ്റിറ്റിയാണിത്, നമ്മൾ കൺമുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് കണ്ട് ശീലിച്ചിട്ടുള്ള കാര്യമാണ് കാർ എന്ന് പറയുന്നത്. സോ അതിനൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ കാർ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് എന്തൊക്കെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഒബ്ജക്റ്റിനും ഉണ്ടാവണം. നമ്മൾ കാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, നമ്മൾ കാറിനെ മാനുഫാക്ചർ ചെയ്തെടുക്കുമ്പോൾ അതിനും ഉണ്ടാവണം. സോ ഞാനിപ്പോൾ ഒരു കാറിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, സപ്പോസ് ഇപ്പോൾ ഒരു ABC എന്നൊരു പേരിൽ ഒരു കാർ കമ്പനി തുടങ്ങി. തീർച്ചയായിട്ടും അതിന് കളറൊക്കെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. റെഡ്, ബ്ലാക്ക്, വൈറ്റ്, വോട്ടെവർ ഇറ്റ് ഈസ്, കുറച്ച് കളറുകൾ സെറ്റ് ചെയ്തു. അതിനൊരു പ്രൈസ് വാല്യൂ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു സീറ്റിംഗ് കപ്പാസിറ്റി എനിക്ക് പറയാൻ സാധിക്കും. ഒരു ഫ്യൂവൽ, ഏത് ഫ്യൂവലിലാണ് അത് ഓടുന്നതെന്ന് പറയാൻ സാധിക്കും. ഇതായത് ഈ കാറെന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്, നമ്മൾ ക്ലാസ്സിലേക്കാണ് വരുന്നത്, ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് കൺസെപ്റ്റിലോട്ടാണ്. ഈ ഒരു ലോജിക്കൽ കൺസെപ്റ്റ് പറയുന്ന ഇതെല്ലാം തന്നെ ഞാൻ ഇവിടെ ഒരു
കാർ എന്ന് പറയുന്ന ഒരു ആളിനെ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കിനും അവിടെ ഇതെല്ലാം റിയലിസ്റ്റിക് ആയിട്ട് സംഭവിച്ചു. ഓക്കെ, ഇതൊരു ലോജിക്കൽ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ഞാനതിന് ഒരു ഒബ്ജക്റ്റായിട്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും ഈ ലോജിക്കൽ കിടന്ന അത്രയും സാധനങ്ങൾ, ഈ ഒരു കൺസെപ്റ്റ് വൈസായിട്ട് കിടന്ന സാധനങ്ങൾ എല്ലാം റിയലായിട്ട് സംഭവിക്കുകയാണ് ചെയ്തത്. ദറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ക്ലാസ് ആൻഡ് ഓബ്ജക്റ്റ്. ഇതിനെ നമുക്കതിനെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. നമുക്കതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയേഴ്സ്, അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ സ്പെഷ്യാലിറ്റീസാണ് അതിൻ്റെ, എന്തൊക്കെ കമ്പനിയുടെ പേര്, കളറ്, പ്രൈസ്, സിറ്റിംഗ് കപ്പാസിറ്റി, ഫ്യൂവൽ, ഇതിനൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇതും നമ്മൾക്ക് എവിടെയാണ് കിട്ടുന്നത്? ഇറ്റ് കമ്പൈൻഡ് ഓൺ ദ ക്ലാസ് ഓൺലി. ആൻഡ് അത് ശരിക്കും റിയൽ വേൾഡിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമുക്കതിനൊരു എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഒബ്ജക്റ്റ് ക്രിയേഷനിലൂടെയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിന് കറസ്പോണ്ടിങ് എത്ര ഒബ്ജക്റ്റ് ഉണ്ടാവാം? എത്ര വേണമെങ്കിലും ഉണ്ടാവും. അതിനൊരു ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ പറയാനാണെങ്കിൽ, കാർ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ഇതിനകത്തുനിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റ് തന്നെയല്ലേ മാരുതി? അതെ, ഇതിനകത്തുനിന്ന് തന്നെ വരുന്നതല്ലേ BMW? ഈ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ പാലിക്കപ്പെടുന്നതല്ലേ ഓഡി? ഓരോ കാറിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. പക്ഷേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും, എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ ബിഹേവിയറും മസ്റ്റായിട്ടും ഈ ഒരു ഒബ്ജക്റ്റിലും ഉണ്ടാകും. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. ക്ലാസ് ഒരു ലോജിക്കൽ കൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലാസ് ഇസ് എ പ്ലേസ് വെയർ വി ക്യാൻ ഫൈൻഡ് ദ ഒബ്ജക്ട്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ. ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറിനെയും ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ക്ലാസ്. ഓക്കെ, ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയറിനെ നമ്മൾ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിനും വി ഗെറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസും ഒബ്ജക്റ്റും, ഈ ക്ലാസ് ഒബ്ജക്റ്റ് കൺസെപ്റ്റ് വരുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് കുറച്ചും കൂടി പ്രോഗ്രാമാറ്റിക്കലി കുറച്ചും കൂടി ഗ്രിപ്പ് വരുന്നത്. അത് ലേറ്റർ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പറയാം. ജാവ എങ്ങനെയാണ് ക്ലാസ്സിനെയും ഒബ്ജക്റ്റിനെയും ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം. അപ്പം ഈ ഒരു സ്ലൈഡിലൂടെ ശരിക്കും ഉദ്ദേശിച്ചത് എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ്, എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിലൂടെ കടന്നപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ഇല്ലാതിരുന്ന കുറച്ച് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാൻ സാധിച്ചു. അത് ഇംപ്ലിമെൻറ്റ് ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് ക്ലാസും ഒബ്ജക്റ്റും. ഈ കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ജാവയിൽ നമ്മൾ ഏത് പ്രോഗ്രാം എഴുതിയാലും നമ്മളൊരു ക്ലാസ്സിനകത്തോട്ട് അതിനെ ബൈൻഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവിടെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലേറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ക്ലാസും ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ജാവയുടെ ഇനി ബേസിക് കൺസെപ്റ്റുകളിലേക്ക്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റുകളായിട്ടുള്ള ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഹൈഡിങ്, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം പോലെയുള്ള കൺസെപ്റ്റുകളിലേക്കാണ് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.